മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾക്ക് ഇനി വരാനിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡിന്റെ പരീക്ഷയാണ് അല്ലെ. മലയാളം ഫസ്റ്റ് നമ്മൾ പഠിച്ച എല്ലാ ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വന്നത് മക്കൾ കണ്ടതാണ്, അറിഞ്ഞതാണ്, എഴുതിയതാണ് അല്ലെ. ആ സന്തോഷങ്ങളൊക്കെ നിങ്ങൾ പങ്കുവെച്ചതാണ്. അപ്പൊ ഇനി നമുക്ക് മലയാള സെക്കൻഡും അതേപോലെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് മലയാള സെക്കൻഡിൽ നമുക്ക് പഠിക്കാനുള്ളത്, ഏതൊക്കെ പാഠഭാഗങ്ങളാണ്? അപ്പൊ കഴിഞ്ഞ മലയാളം ഫസ്റ്റ് എഴുതിയ സമയത്ത് മക്കൾക്ക് മനസ്സിലായതാണ് മലയാളം ഫസ്റ്റ് ടേമിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ തവണ ഈ ഒരു ക്രിസ്മസ് എക്സാമിന് മലയാളത്തിന് മാത്രമല്ല മിക്ക വിഷയങ്ങൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് പാർട്ടിൽ നിന്നും അല്ലെ, നമ്മൾ ഓണപരീക്ഷ വരെ പഠിച്ചിട്ടുള്ള ആ ഒരു പാർട്ടിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ കൂടെയാണ് നമുക്ക് പഠിക്കേണ്ടത്. എങ്കിലും ഈ ഒരു പാഠഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് ഏതൊക്കെ പാഠഭാഗങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ടത് എന്നാണ് ഇന്ന് ടീച്ചർ ഈ വീഡിയോയിലൂടെ മക്കളോട് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഏതാണ്? കണ്ണു വേണം ഇരുപുറം എപ്പോഴും എന്ന് പറയുന്നതാണ് നമ്മളുടെ രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ യൂണിറ്റ് ആണ് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ള യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിലൊരു കവിതയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതെന്താന്നൊക്കെ ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അതില് 3 പാഠഭാഗങ്ങളാണ്. ഏതൊക്കെയാണ് 3 പാഠഭാഗങ്ങൾ? രണ്ട് മത്സ്യങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗം, കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്ന് പറയുന്ന പാഠഭാഗം, തേൻകനി എന്ന് പറയുന്ന പാഠഭാഗം. ഇങ്ങനെ 3 പാഠഭാഗങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതെന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഉള്ളത് ടീച്ചർ പറഞ്ഞുതരാം. ഓക്കെ, അതിനു മുമ്പ് നമ്മളുടെ പ്രവേശകമായിട്ട് അല്ലെ, കണ്ണു വേണം ഇരുപുറം എപ്പോഴും എന്ന് പറയുന്ന ആ ശീർഷകം അല്ലെ, ആ ഒരു ശീർഷകം എവിടുന്നാണ് എടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ അതിനു വേണ്ടി കോഴി എന്ന് പറയുന്ന ഒരു കവിതയാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ എഴുതിയിട്ടുള്ള കോഴി എന്ന് പറയുന്ന കവിതയിലുള്ള വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടീച്ചർ അതൊന്ന് വായിക്കാം. കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും അല്ലെ, ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ് അല്ലെ. അപ്പൊ നമ്മൾക്ക് എന്താണ്, ജാഗ്രതരൂകരായിരിക്കണം അല്ലെ, ജാഗ്രത പുലർത്തേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് ഈ ഒരു കവിതയിൽ പറയുന്നത് അല്ലെ. അപ്പൊ ഈ കവിതയിൽ നിന്നുമാണ്, കടമ്മനിട്ടയുടെ കോഴി എന്ന് പറയുന്ന ഈ കവിതയിൽ നിന്നുമാണ് നമ്മളുടെ ശീർഷകം അല്ലെ, നമ്മുടെ യൂണിറ്റിന്റെ ശീർഷകം എടുത്തിരിക്കുന്നത്. കവിതയുടെ ആശയം പോലെ തന്നെ എന്താണ്, നമ്മൾ എല്ലാത്തിനെയും എപ്പോഴും അല്ലെ ശ്രദ്ധയോടുകൂടെ അല്ലെ ജാഗ്രത പുലർത്തേണ്ടതിന്റെ ആവശ്യകതയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു യൂണിറ്റിലുള്ള പാഠഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് പാഠഭാഗങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ രണ്ട് മത്സ്യങ്ങൾ എന്ന് പറയുന്ന രണ്ട് മത്സ്യങ്ങളുടെ അല്ലെ, രണ്ട് നെടും ചൂരി മത്സ്യങ്ങളുടെ കഥയാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ആരാണ് എഴുതിയെന്ന് അറിയാമോ? മലയാള സാഹിത്യത്തിന്റെ അല്ലെ ഉത്തരാധുനിക അല്ലെ ചെറുകഥാകൃത്തുക്കളിൽ ഒരാളായിട്ടുള്ള, തിരക്കഥാകൃത്തായിട്ടുള്ള അല്ലെ, കഥാകൃത്തും നോവലിസ്റ്റും അധ്യാപകനും ഒക്കെ ആയിട്ടുള്ള അല്ലെ, കാസർഗോഡ് ജില്ലയില് കാഞ്ഞങ്ങാടാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? അംബികാസുധൻ മാങ്ങാട് എന്നാണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കുഞ്ഞു കഥയാണെന്ത്, രണ്ട് മത്സ്യങ്ങൾ എന്ന് പറയുന്ന കഥാഭാഗം. ഒരുപാട് ആശയ തലങ്ങളുള്ള അല്ലെ, ഒരുപാട് ആഴത്തിലുള്ള ആശയങ്ങൾ പങ്കുവെക്കുന്ന ഒരു കഥ കൂടെയാണ് രണ്ട് മത്സ്യങ്ങളുടെ കഥ. ഓക്കെ, ഇനി എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. ഇനി എന്താണ്? കിട്ടും പണമെങ്കിൽ ഇപ്പോൾ അല്ലെ, കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്താണ്? പണം കിട്ടുമെന്നാണെങ്കിൽ എന്തൊക്കെ ആളുകൾ ചെയ്യും അല്ലെ. അങ്ങനെ 18ാം അല്ലെ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കുഞ്ചൻ നമ്പ്യാർ അല്ലെ, നമ്മളുടെ ജനകീയ കവി എന്നറിയപ്പെടുന്ന കുഞ്ചൻ നമ്പ്യാർ എഴുതിയിട്ടുള്ള ഒരു തുള്ളൽ കൃതിയാണ് കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്ന് പറയുന്നത്. വളരെ രസകരമായ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് പഠിക്കാൻ പറ്റും കേട്ടോ. അടുത്തത് എന്താണ്? തേൻകനി എന്ന് പറയുന്ന ഒരു നാടകമാണ് കേട്ടോ. അപ്പൊ കഥയായി, കവിതയായി അല്ലെ, തുള്ളൽ കൃതിയായി ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോണത്? നാടകമാണ്. ഓക്കെ, എങ്ങനെയുള്ള നാടകമാണ്? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുതപ്പെട്ടിട്ടുള്ള, വയല വാസുദേവ പിള്ള എഴുതിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള അല്ലെ, ഉമ്മാക്കിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അപ്പൊ അത്തരത്തിലുള്ള ഒരു കഥയാണ് അല്ലെ. കുഞ്ഞുങ്ങളുടെ മനസ്സിലെ ഭയങ്ങളെ അല്ലെ സർഗാത്മകമായിട്ടുള്ള കൂട്ടായ്മകൾ കൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു നോവൽ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇങ്ങനെ ലളിതമായിട്ടുള്ള മനോഹരമായിട്ടുള്ള അല്ലെ ഒരു യൂണിറ്റും അതിലെ പാഠഭാഗങ്ങളുമാണ് പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ പാഠഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് അടിപൊളിയായിട്ട് അല്ലെ, ഇതിൽ നിന്നും എന്തൊക്കെ ചോദ്യങ്ങൾ വരും, എങ്ങനെയൊക്കെയാണ് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കേണ്ടത് അല്ലെ, എന്തൊക്കെ ചോദ്യങ്ങളാണ് അല്ലെ, എങ്ങനെ ഉത്തരം എഴുതണം, ഇതൊക്കെ നമുക്ക് ലൈവുകളിൽ എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. മെഗാ മാരത്തോൺ ലൈവുമായിട്ട് ടീച്ചർ വരും. അപ്പൊ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ച് അല്ലെ, എല്ലാവരും നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ പറയണം, മലയാളം ഫസ്റ്റ് സൈലത്തിന്റെ കൂടെയാണ്
പഠിച്ചത്, എല്ലാ ചോദ്യങ്ങളും ഞങ്ങൾ പഠിച്ചതാണ് വന്നത് എന്നൊക്കെ മക്കൾ പറയണം കേട്ടോ. അങ്ങനെ നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യണം, ഈ ഒരു പാഠഭാഗം അല്ലെ, ഈ പാഠഭാഗങ്ങൾ മുഴുവൻ നമുക്ക് പഠിക്കണം. അപ്പൊ നമുക്ക് ലൈവിൽ കാണാം ഇനി. ഓക്കെ.